ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി കാണിക്കാനായിട്ടാണ് കേട്ടോ. ഒപ്പം എൻ്റെ ഒരു കുഞ്ഞ് വൈകുന്നേരം കൂടെ കാണിക്കാനാണ്. എന്താണ് അവന് ചിരി വരുന്നു ഞാൻ പറയുന്നത് കേട്ടിട്ട്? എനിക്ക് തന്നെ ചിരി വരിക, പിന്നെ അവന്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ചിക്കൻ വാങ്ങിക്കുമ്പം എനിക്കിങ്ങനെ ചെറിയ ചെറിയ പീസുകൾ മാറ്റി വെക്കുന്നൊരു ശീലമുണ്ട് കേട്ടോ. ഇത് 1/2 കിലോ തന്നെ കാണുമെന്ന് എനിക്കറിയത്തില്ല, അത്രയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതിന് ഞാനൊരു 3 ഉരുളൻകിഴങ്ങ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 2 സാധനം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ അതിനായിട്ട് ചിക്കൻ വേവിക്കാനായിട്ട് ഉപ്പും കുരുമുളകും മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ആ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതുകൊണ്ട് ഇത്രയൊക്കെ വെള്ളം എന്നാണ് വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ചിക്കൻ മുങ്ങിയൊന്നും കിടക്കുകയൊന്നും വേണ്ട, ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം. അപ്പം നിങ്ങൾക്ക് ഇതിനായിട്ട് ബോണുള്ള പീസോ ബോൺലെസ് ആയിട്ടുള്ള പീസോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. ഇത് ബോൺലെസ് ആയാലും ബോൺ ഉള്ളതായാലും വെന്ത് കഴിയുമ്പം അതിനകത്ത് നിന്നൊക്കെ ഇളകിയിട്ട് വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടൊന്നുമില്ല മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ ചിക്കനേക്കാളും കൂടുതൽ ഉരുളൻകിഴങ്ങ് നിൽക്കാൻ പാടില്ല. അതിനേക്കാളും കുറച്ചും കൂടെ കുറവേ പാടുള്ളൂ. അപ്പോൾ ചിക്കൻ കൂടുതലും കിഴങ്ങ് കുറവുമാണ് എടുക്കേണ്ടത് കേട്ടോ. ഉരുളൻകിഴങ്ങ് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി ഉരുളൻകിഴങ്ങ് കട്ട്ലറ്റ് കഴിക്കുന്ന ഒരു ഫീലായിരിക്കും. അതുകൊണ്ട് ഉരുളൻകിഴങ്ങ് ഒരുപാട് എടുക്കരുത്. ഞാനിവിടെ 3 എടുത്തതെന്ന് പറഞ്ഞാൽ 2 തീരെ ചെറുതായിരുന്നു, അതുകൊണ്ടാട്ടോ അത് 3 എടുത്തത്. അപ്പോൾ 2-3 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ട് കിട്ടും. അപ്പോൾ ഉരുളൻകിഴങ്ങും ചിക്കനും ഒക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടെ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പോവാം. ഈ സമയത്ത് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കട്ട്ലറ്റാണ്. ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത് ഒരു 2 സവോളയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും പിന്നെ ഇത്രയും അതിൻ്റെ ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ പച്ചമുളക് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം എടുത്താൽ മതി. 4-5 വരെയൊക്കെ പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ എരിക്കനുസരിച്ച് പച്ചമുളക് എടുക്കുക. നമ്മുടെ ആ സമയം കൊണ്ട് ഇവിടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ അവിടെ നിന്ന് വേവുന്നതേ ഉള്ളൂ കേട്ടോ. അത് വേവാൻ കുറച്ചും കൂടെ ഒക്കെ സമയം വേണം. നന്നായിട്ട് വേവിച്ചാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് നന്നായിട്ട് വേവിച്ചാണ് എടുത്തത്. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് വേവട്ടെ. ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഞാൻ ആ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങും ചിക്കനും പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും സവോള ഇതുപോലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വെന്തെടുക്കുന്ന ചിക്കൻ ഒന്ന് ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് 2-3 വട്ടമൊന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ എടുക്കണം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇനി ആ ഉരുളൻകിഴങ്ങും കൂടെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മിക്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇനി ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത സവോളയൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റണം. അത് ഒരുപാടങ്ങ് വഴണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി കുഴഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള അധികം മസാലകളോ ഒന്നും ഇല്ലാത്ത ഒരു കട്ട്ലറ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. ഇതിനകത്ത് നമ്മൾ വേറെ മസാലകളോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. മസാലകളൊന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല കേട്ടോ. നല്ല അടിപൊളി കട്ട്ലറ്റാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് നേരത്തെ ഉടച്ച് വെച്ചിരുന്ന ആ ഉരുളൻകിഴങ്ങും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. ഇനി ഇത് തമ്മിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്കിത് ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്താലേ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് കുക്ക് ചെയ്യുന്നു വേണ്ട, നമ്മൾ ഓൾറെഡി എല്ലാം വേവിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ഇനി അതിനകത്തുനിന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് 4-5 ബ്രെഡേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലത്തെ കറുത്ത പാർട്ടൊന്നും ഞാൻ കളഞ്ഞില്ല. അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ആ ഉള്ളിലെ വെള്ള കളറ് മാത്രമായിട്ടുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കളഞ്ഞില്ല, ഞാൻ മൊത്തത്തിൽ അതിട്ടൊന്ന് പൊടിച്ചെടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് 2 മുട്ടയാണ് ആവശ്യം. ഒരു ബൗളിലേക്ക് ഈ മുട്ടയുടെ വെള്ള മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, മഞ്ഞ പാർട്ട് എടുക്കുന്നില്ല.
അങ്ങനെ നമ്മൾ മുട്ടയുടെ വെള്ള പാർട്ടൊക്കെ ഇങ്ങനെ വേർതിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചിക്കനൊന്നും ഒരുപാടങ്ങ് നാശമായി പോകാത്ത രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെത് ചൂടാറിയിട്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ കൈയൊക്കെ ആകെ ഇങ്ങനെ കയ്യിൽ ചൂടടിക്കുമായിരുന്നു. അങ്ങനെ നമ്മളത് ഈ രീതിക്കൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് റൗണ്ടാക്കി എടുക്കണം. എന്നിട്ടത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ രീതിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഇതുപോലെ ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനത് മുഴുവനായിട്ട് ഇതാ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മുട്ടയുടെ മിക്സിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഒരാഴ്ച വരെയൊക്കെ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ മുഴുവനായിട്ട് ഞാനിത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതും കൂടെ കാണാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാനും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് എണ്ണ കുടിക്കാനും പൊട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മളിത് ഓരോന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചൂട് കൂടുന്നതിനനുസരിച്ച് അത് ഫ്ലെയിം കുറച്ച് എണ്ണയുടെ ചൂട് മാനേജ് ചെയ്ത് വേണം നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും, പിന്നെ എണ്ണ കുടിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. അപ്പോൾ ഞാനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ചേട്ടന് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ എടുത്ത് ഫ്രീസറിൽ വെച്ചോട്ടെ. ചേട്ടൻ രാത്രിയിലേ വരത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിത് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ എൻ്റെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്കിത് ഒരുപാടിട്ട് കുക്ക് ചെയ്ത് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. നമ്മളിത് ഓൾറെഡി എല്ലാം കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഇതൊന്നും ബ്രൗൺ കളറായി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളറായപ്പോഴത്തേക്കും ഞാനിത് എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഇവിടെ ഞാൻ ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയും കട്ട്ലറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാം. എങ്ങനെയുണ്ട്? അങ്ങനെ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞു. കട്ട്ലറ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ വെറുതെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് അവരുടെ വയറ് കേടാക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ രാവിലെ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ വന്നപ്പോൾ ആദിക്ക് കൊണ്ടു കൊടുത്തതായിരുന്നു കേട്ടോ ഈ ടോയ്. അത് വെച്ചിട്ട് ആദിയും കണ്ണാപ്പിയും കൂടെ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊരു സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.